മേരിയേ, എന്തേ ഷാപ്പിന്നൊന്നും തിന്നാൻ കിട്ടിയില്ലേ? നാളെ തോമസേട്ടന്റെ മോന്റെ ആദ്യ കുർബാന ചടങ്ങിന് വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ നേറ്റാന്ന് നിനക്കറിയാലോ. അതിന് വിറകും മേടിക്കാനായിട്ട് എന്നെ പൈസയും വാങ്ങിപ്പോയ ആളാ. എന്നിട്ട് അതും വാങ്ങിക്കാണ്ട് കുടിച്ച് ബോധമില്ലാണ്ട് കയറി വന്നിരിക്കുക. നാണല്ലേ നിങ്ങക്ക്? അത് പിന്നെ കമ്പനിയിലെ വിറവ് മുഴുവൻ നനഞ്ഞു പോയിട്ടാ. അതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ട, വാങ്ങിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇനി അതിന്റെ പേരിൽ ഒരു നുണക്കഥ കൂടെ പറയാൻ നിൽക്കണ്ട. അതെങ്ങനെയാ? ആര് കഷ്ടപ്പെട്ടാലും വേണ്ടില്ലല്ലോ. സ്വന്തം കാര്യം സുഖമായിട്ട് നടക്കണം എന്നുള്ള ചിന്തയല്ലേ നിങ്ങൾക്കുള്ളോ? എന്നാ നിങ്ങളിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ജോസേട്ടാ. നിങ്ങൾക്കിനി വെള്ളയപ്പം വേണോ? നമ്മളെ മനോഹരം പേശിന്ന് വന്നിട്ടുണ്ട്. ഞാനിന്ന് അവനെ കവലിൽ വെച്ച് കണ്ടിരുന്നു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? ഇത്തവണ ഓണത്തിന് പുലികളി ഇറക്കണമെന്ന്. അതിന് ഞാൻ പുലി. നന്നായി. എന്നാ ഇനി കുടിച്ചിട്ട് അതിന്റെ മുമ്പിൽ തലയും കുത്തി മറിഞ്ഞോ? ഓണായിട്ട് നാട്ടുകാർക്ക് കാണാൻ ഒരു കാഴ്ചയായല്ലോ. നിങ്ങൾക്കതിൽ കളിച്ചാൽ കൊള്ളാന്നുണ്ടാവും. കഴിഞ്ഞതൊക്കെ മറക്കാനും പറ്റും. ഈ മേരിക്കത് പറ്റില്ല. പഴയതൊക്കെ മറന്നിട്ട് നിങ്ങളെങ്ങാനും പുലി കളിച്ച ഓർത്തോ, പിന്നെ ഈ മേരി ഉണ്ടാവില്ല. കയ്യോടെ പിടിച്ചോ. അന്നത്തെ പോലെ പിന്നോരാന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കരുത്. അവൻ മുങ്ങും ഉറപ്പാ. വേണമെങ്കിൽ ഒന്ന് വരട്ടിക്കോ. യെസ് സർ. ഡാ ജോസേ, ജോസേ, ഡാ ജോസേ, ജോസേ, എണീക്കടാ. ഡാ എണീക്കാൻ. ജോസേ. എന്താ സാറേ, ആള് പ്രശ്നം വല്ല ഉണ്ടാക്കിയാ? ഒന്നുമില്ല, ചെറിയൊരു പണിയുണ്ട്, അതിനാ. ജോസേ എണീക്കടാ. ജോസേ. ഡീ കുറച്ച് വെള്ളം കോരിയേ. എന്താടി വിളിക്കുമ്പോ പുറത്തേക്ക് വരാൻ ഒരു അമാന്തം? ഞാൻ ഉള്ളിലേക്കാണ് കയറി വരണ. ഒന്ന് എന്നെങ്കിൽ നടക്കടി. അതവന്റെ തലയിലേക്ക് ഒഴിച്ചേ. ഇന്നലത്തെ കെട്ടോന്ന് ഇറങ്ങട്ടെ. ഒഴിക്കാനല്ലേ പറഞ്ഞേ? കൈവിട് സാറേ. എന്ത് കൈവിട് സാറേ? ഒരു ചെറിയ പണിയുണ്ട്, നീ ഒന്ന് വേഗം വന്നേ. നേരെ വിളിച്ചാവണല്ലേ ഉള്ളൂ, കുറച്ച് കേട്ട് സാറേ. വിളിച്ചാവേ ഇപ്പൊ ഉച്ചയായി. നീ ഒന്ന് വേഗം വന്നേ. SI സാർ ജീപ്പിലുണ്ട്. നീ ഒന്നും വന്നേ എന്റെ ജോസേ.
എന്താടാ ഇന്നത്തെ കെട്ടിറങ്ങില്ലേ? ഓ അങ്ങനെയൊന്നുമില്ല സാറേ. ഡാ ജോസേ, ആ പൂമലക്കാട്ടിൽ ഒരുത്തം തൂങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം എന്നാ തോന്നണേ. ചീഞ്ഞ് നാറി മണം കൊടുത്തപ്പോഴാണ് ആളുകൾ കണ്ടത്. അതൊന്നും ഇറക്കണം. നീ ജീപ്പിലോട്ട് കയറി. ഇപ്പോഴാ സാറേ? നീ ആലോചിച്ച് കണ്ട് ജീപ്പിലോട്ട് കയറി ജോസേ. ഇത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളുള്ളതാണ് സാറേ. എനിക്കൊന്ന് തൂറാൻ പോണം. ഇത് കഴിഞ്ഞിട്ട് പോരടാ, അല്ലെങ്കിൽ അവിടെ നിനക്ക് ആ കാട്ടിൽ തൂരിയോടെ നിക്കില്ല സാറേ. ഓ എന്നാ വേഗം പോയിട്ട് വാടാ. ഓ കുറച്ച് വെള്ളം എടുക്കടി. ഇതുകൊണ്ട് എവിടേക്കാ? എസ് ഐ സാറിന് കുറച്ച് ചക്ക വേണം, അതിടാനാ. ഓ, തൂങ്ങി നിൽക്കണ ചക്കയോ അത് കിണറ്റി വീണ ചക്കയോ? പോടി. ഇതുപോലത്തെ നാറിയ പണികൾക്ക് പോരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജോസേട്ടാ. കാശിന് വേണ്ടി വെച്ചാൽ ഞാൻ തരില്ലേ. എന്നിട്ട് കുടിച്ചിട്ട് ഇവിടെ എങ്ങാനും കിടന്നോളണം. ഇങ്ങോട്ട് താ. വീട്ടില് വെള്ളം കോരണ കയറുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശവത്തിന് ഇറക്കണ്ട കേട്ടാ. ഇങ്ങോട്ട് താ, തരാൻ. ഒരു ചുക്ക് സംഭവിക്കരുത്. കിടക്കണം. എന്താടാ പെണ്ണായിട്ടൊരു പിടിമലിയും? ഏയ് ഒന്നുമില്ല സാറേ. വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ചിലപ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ചെറിയ പിപ്പിടി കാണിക്കേണ്ടി വരും. അത് നീ പറഞ്ഞ ന്യായം. പക്ഷെ കയ്യാങ്കളി കാര്യമായ പിന്നെ കേസും വകുപ്പും വേറെയാണ്. ഗോതമ്പുണ്ട് നിന്ന് നീ അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായടാ? ഓ മനസ്സിലായി സാറേ. എന്നാ കേറ്. ആ പോ. സാറേ ഒന്ന് വണ്ടി എടുത്ത് സാറേ. കാര്യം സാറേ ചത്തനെ തൂക്കി ഇറക്കാൻ ചാക്ക് വേണം. അത് പോണ വഴിയുള്ള ഏതെങ്കിലും കവലയിൽ നിന്ന് വാങ്ങാടാ. സാറേ അവിടെയൊക്കെ വലച്ചാക്കേ കിട്ടുള്ളൂ, പൊട്ടിപ്പോവും. നമുക്ക് നല്ല കട്ടിയുള്ള ചാക്ക് വേണം. അതിപ്പോ എവിടെ കിട്ടാ? അതിപ്പോ നമ്മളെ ഷാപ്പിൽ കിട്ടും, നല്ല കിണ്ണം കാച്ചിയ ചാക്ക്. അത് ശരി, അതെപ്പോ ഇവിടെ നിർത്താൻ പറഞ്ഞല്ലേ? ചുരുക്കം പറഞ്ഞാ നിനക്ക് നടന്ന് പഠിക്കണം. നിനക്കെന്താ ഞങ്ങളെ കണ്ടിട്ട് നല്ല പട്ടമാരായിട്ട് വന്നിണ്ടാ? സാറേ ഈ രണ്ടെണ്ണം അടിക്കാൻ ഈ പണിയൊക്കെ എങ്ങനെ ചെയ്യും സാറേ? എന്നാ വേഗം പോയിട്ട് വാടാ. നേരത്തെ തൂറാൻ പോയാലേ കുറെ നേരം എടുക്കരുത്. വേഗം വരണം. സമയം നോക്കി ഒരു 10 രൂപ കിട്ടിയ സാറേ. നിനക്ക് ചാരായം കുടിക്കാൻ പോലീസുകാർ പൈസ തരുന്ന സാറ് കേട്ടില്ലേ? അവന് പൈസ കൊടുക്കണമെന്ന്. എന്തുട്ടിന്? സാറേ കയ്യിൽ 5 കാശില്ല, അവിടുത്തെ കടവും തരില്ല. കൊണ്ടുപോകുന്ന ആശം. 10 രൂപ പോയി.